നമസ്കാരം. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഭരണമുന്നണിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. പദവി വിട്ടുകിട്ടണമെന്ന ആവശ്യത്തിൽ കടുംപിടുത്തം തുടരാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചതോടെ ഇടതുമുന്നണിയിൽ വലിയൊരു രാഷ്ട്രീയ പോരിനാണ് കളമൊരുങ്ങുന്നത്. CPM-ന് മുന്നിൽ യാതൊരു കാരണവശാലും മുട്ടുമടക്കേണ്ടതില്ലെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതില്ല എന്നുമാണ് CPI നേതൃത്വത്തിന്റെ ഒടുവിലത്തെ നിലപാട്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI-യുടെ ഈ പിടിവാശിക്ക് മുന്നിൽ വലിയ ഭൂരിപക്ഷമുള്ള CPM ഒടുവിൽ വഴങ്ങേണ്ടി വന്നാൽ അത് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കും വലിയ തോതിൽ സമ്മർദ്ദ രാഷ്ട്രീയത്തിനുള്ള വഴി തുറക്കും. ഈ തർക്കം ഇതേപടി തുടർന്നാൽ വരാനിരിക്കുന്ന വലിയൊരു കസേരപ്പോരിലേക്കാണ് LDF നീങ്ങുന്നത്. CPI-യുടെ ആവശ്യത്തിന് CPM ഗ്രീൻ സിഗ്നൽ നൽകിയാൽ തൊട്ടു പിന്നാലെ 2027 ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനായി മുന്നണിയിലെ മറ്റു ചെറുകക്ഷികൾ അവകാശവാദവുമായി രംഗത്തെത്തും. ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ മുന്നണിയിൽ പ്രകടമായി കഴിഞ്ഞു. അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന പരാതിയുള്ള RJD രാഷ്ട്രീയ ജനതാദൾ 2027 രാജ്യസഭാ സീറ്റിനായി ഇപ്പോൾ തന്നെ പരോക്ഷമായി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞതായാണ് സൂചന. ഇത് വരും ദിവസങ്ങളിൽ CPI നേതൃത്വത്തിന് വലിയ തലവേദനയാകും സൃഷ്ടിക്കുക. നിയമസഭയിലെ അംഗബലം അനുസരിച്ച് 36 MLA-മാർ ഉണ്ടെങ്കിലേ രാജ്യസഭാ MPയെ വിജയിപ്പിക്കാൻ കഴിയൂ. ഇടതിന് 35 പേരേ ഉള്ളൂ. 3 BJP-ക്കാർ ഉള്ളതിനാൽ 35 പേരുടെ പിന്തുണയെ അനുകൂലമാക്കി പ്രിഫറൻഷ്യൽ വോട്ടിംഗ് കരുത്തിൽ ജയിക്കാമെന്ന് CPM കണക്കുകൂട്ടിയാൽ പോലും RJD-യുടെ ഒരു MLA നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് RJD അവകാശവാദം ഉയർത്തുന്നത്. ഇത് അംഗീകരിക്കേണ്ട ബാധ്യത CPM-ന് വന്നാൽ രാജ്യസഭയിലെ CPM അംഗങ്ങളുടെ എണ്ണത്തിലും വലിയ കുറവ് ഭാവിയിലുണ്ടാകും. LDF എന്നാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം തറവാട്ടു സ്വത്തല്ലെന്ന കടുത്ത ഭാഷയിലാണ് CPI. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. തങ്ങൾ LDF-ന്റെ അവിഭാജ്യ ഘടകമാണെന്നും മുന്നണിയുടെ വളർച്ചയിലും തളർച്ചയിലും CPI-ക്ക് തുല്യമായ പങ്കുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. LDF എന്ന മുന്നണി എത്രമാത്രം CPM-ന്റേതാണോ അത്രയും തന്നെ CPI-യുടേത് കൂടിയാണ്. മുന്നണി സംവിധാനമാകുമ്പോൾ പാർട്ടികൾക്ക് പരസ്പരം വിട്ടുകൊടുക്കാനും ആവശ്യങ്ങൾ ഏറ്റെടുക്കാനും മടിയുണ്ടാകരുത്. ഈ യാഥാർത്ഥ്യം CPM തിരിച്ചറിയുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും തങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. എന്നാൽ മുൻകാലങ്ങളിലെ കീഴ്വഴക്കങ്ങൾ നിരത്തി CPI-യുടെ അവകാശവാദത്തെ പ്രതിരോധിക്കാനാണ് CPM ശ്രമിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം മറ്റൊരു കക്ഷിക്ക് വിട്ടുകൊടുക്കുന്ന ചരിത്രം LDF-ൽ ഇല്ലെന്നാണ് CPM വ്യക്തമാക്കുന്നത്. മുൻപ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് CPM-ലെ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഉപനേതാവ് എന്ന ശക്തമായ ഉദാഹരണമാണ് CPM ഇതിനായി ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ പ്രതിപക്ഷ ഉപനേതാവായി CPM കാണുന്നത് KN ബാലഗോപാലിനെയാണ്. എന്നാൽ CPI ആകട്ടെ മുൻ റവന്യൂ മന്ത്രി K രാജനെ ഈ പദവിയിൽ പ്രതിഷ്ഠിക്കണമെന്ന ആവശ്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്.